നമസ്കാരം, എൻ്റെ പേര് അഖിൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു സെക്ഷനിലൂടെ അല്ലെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് വോൾട്ടേജ്, ആംബിയർ, കറണ്ട് ഇതൊക്കെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം, അതിന് നമുക്ക് എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റുകളാണ് ഉപയോഗിക്കേണ്ടത്, അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വോൾട്ടേജ് എന്താണെന്നും കറണ്ട് എന്താണെന്നും അതുപോലെ തന്നെ പവർ എന്താണെന്നും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കാൽക്കുലേഷൻ, രണ്ട് ഡേറ്റകൾ കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഡേറ്റ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് നമുക്ക് ആ ഡേറ്റാസ് എങ്ങനെ എടുക്കണം. കാരണം നമുക്കൊരു ഡേറ്റ കിട്ടണമല്ലോ. ഇപ്പോൾ ലൈവിൽ നിൽക്കുന്ന വോൾട്ടേജ് എത്രയാണ് അല്ലെങ്കിൽ ആംപിയർ എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള കാൽക്കുലേഷനും അതുപോലെ തന്നെ സോളാർ പാനലുകളും ചാർജ് കൺട്രോളുമായിട്ട് തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് AC 230 വോൾട്ട് ഇൻപുട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ലൈനും ഉണ്ട്, ഒരു ഫേസും ഒരു ന്യൂട്രലും. അതിന് പാരലായിട്ട് നമ്മളിവിടെ ഒരു മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന മീറ്ററിൻ്റെ പേരാണ് വോൾട്ട് മീറ്റർ. നമുക്കറിയാം വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്നാണ് വോൾട്ട്. അപ്പം മീറ്ററിൻ്റെ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഒരു മീറ്റർ മേടിക്കാൻ വേണ്ടി നമ്മൾ ഷോപ്പിൽ ചെന്ന് പറയുമ്പോൾ നമ്മൾ വോൾട്ട് മീറ്റർ എന്നാണ് പറയേണ്ടത്, വോൾട്ടേജ് അളക്കേണ്ട മീറ്ററിന്. അതിൻ്റെ യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്നുള്ള അറിയാലോ. ഇപ്പോൾ എല്ലായിടത്തും ഓരോന്നിനും ഓരോ രീതിയിലാണ് നമ്മൾ പറയേണ്ടത്. വോൾട്ടേജ് തന്നെയാണ്, പക്ഷേ ഒരു ഇൻസ്ട്രുമെൻ്റ് പഠിക്കുമ്പോൾ നമ്മൾ വോൾട്ടേജ് അളക്കുന്ന മീറ്റർ എന്നല്ല പറയേണ്ടത്, വോൾട്ട് മീറ്റർ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പം വോൾട്ടേജ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസിനും ന്യൂട്രലിനും പാരലായിട്ടാണ് നമ്മൾ മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അളക്കണമെങ്കിൽ നമുക്ക് ന്യൂട്രലിലും ഫേസിലും എത്രയാണെന്നുള്ള അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാരലായിട്ട് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ നമുക്ക് DC-യിലും AC-യിലും അളക്കേണ്ടതുണ്ട്. ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സെയിം തന്നെയാണ്. നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, AC-യിലായാലും DC-യിലായാലും മീറ്റർ കണക്ട് ചെയ്യേണ്ടത് പാരലായിട്ട് തന്നെയാണ്. പക്ഷേ ഈ മീറ്ററിനൊരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സിമ്പിൾസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വേറൊന്നുമില്ല, DC-യിൽ അളക്കാൻ വേണ്ടിയിട്ട് DC മീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, AC-യിൽ അളക്കാൻ വേണ്ടിയിട്ട് AC മീറ്ററാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ AC-യിൽ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീറ്റർ എങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ലെറ്ററിങ്ങിൽ എടുക്കുമ്പോൾ V ആണ്. അപ്പോൾ ഈ Vയുടെ താഴെയായിട്ട് ഒരു വേവിൻ്റെ ഒരു സിമ്പിൾ കൊടുത്തിരിക്കും. അത് AC-യിൽ അളക്കേണ്ട മീറ്ററാണെന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഈ മീറ്ററിനുള്ളിലേക്ക് നോക്കുമ്പോൾ അറിയാം V ഇട്ടിട്ട് അതിൻ്റെ താഴെയായിട്ടൊരു വേവ് ഉണ്ട്. അങ്ങനെ വേവ് ഉണ്ടെങ്കിൽ അത് AC-യിൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ AC മീറ്റർ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ DC-യിലേക്ക് വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. Vയുടെ താഴെയായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനായിരിക്കും കാണുന്നത്. അതിനെ നമുക്ക് DC-യിൽ മാത്രം അളക്കുന്ന മീറ്റർ എന്നുള്ള മനസ്സിലാക്കാം. എന്നാൽ ഇതിൽ രണ്ടിലും കൂടെ അളക്കുന്ന ഹൈബ്രിഡ് ടൈപ്പ് മീറ്ററുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. മീറ്ററിനുള്ളിൽ ഈ ഒരു സിമ്പിളും കൊടുത്തിരിക്കും, V എന്നുള്ളതും കൊടുത്തിരിക്കും, അതുപോലെ തന്നെ വേവും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനും ഉണ്ടാകും അടിയിലായിട്ട്. ഇതിനെ നമുക്ക് DC-യിലും AC-യിലും വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മീറ്ററുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇത് ഏതിനാണ് കണക്ട് ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത് ഈ ഒരു സിമ്പിൾസിൻ്റെയും ഇതിൻ്റെ യൂണിറ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പം വോൾട്ടേജിൻ്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി നമുക്ക് കറണ്ട് എങ്ങനെയാണ് അളക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മളിവിടെ മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ലൈന് സീരീസ് ആയിട്ടാണ്. ഇവിടെ ഏത് മീറ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അമ്മീറ്റർ. ഇവിടെ നമ്മൾ പറയുന്നത് കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന മീറ്ററിൻ്റെ പേരാണ് അമ്മീറ്റർ. ഓക്കെ, ഇത് മറന്നു പോരുത്. നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ടൊരു മീറ്റർ, കറണ്ട് അളക്കാനുള്ള മീറ്റർ എന്നല്ല പറയേണ്ടത്, നമുക്ക് കറണ്ട് അളക്കാൻ വേണ്ടിയിട്ട് അമ്മീറ്റർ വേണമെന്നാണ് പറയേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ മീറ്റർ ഇവിടെ വയ്ക്കുമ്പോൾ സീരീസ് ആയിട്ട് വെക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയാം, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതായത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് അല്ലെങ്കിൽ ഒഴുക്കിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒഴുക്ക് നമുക്ക് അളക്കണമെങ്കിൽ നമ്മൾ ആ ലൈനിന് സീരീസ് ആയിട്ട് തന്നെ മീറ്റർ കണക്ട് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കറണ്ട് മെഷർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു AC-യും DC-യിലും തമ്മിൽ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് ആ മീറ്റർ. അതുപോലെ തന്നെയാണ് അമ്മീറ്ററിൻ്റെ കേസിലും. DC-യിലാണെങ്കിൽ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാകും, AC-യിലാണെങ്കിൽ ഇതുപോലൊരു വേവിൻ്റെ സിമ്പിൾ അടിയിലായിട്ടുണ്ടാകും. ഹൈബ്രിഡ് ടൈപ്പ് മീറ്ററിൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും സിമ്പിൾ വരുന്നത്. സെയിം തന്നെയാണ് നമ്മൾ വോൾട്ട് മീറ്ററിൽ എങ്ങനെയാണോ നോക്കിയത് അതുപോലെ തന്നെയാണ് അമ്മീറ്ററിലും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് മനസ്സിലായി,
നമുക്ക് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യേണ്ടത് പാരലായിട്ടും അമ്മീറ്റർ കണക്ട് ചെയ്യേണ്ടത് സീരീസ് ആയിട്ടും. അപ്പോൾ ഇത് രണ്ടും അളന്നിട്ട് കിട്ടുന്ന വാല്യൂസ് തമ്മിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മീറ്ററുകൾ കണക്ട് ചെയ്യേണ്ടതും അതുപോലെ തന്നെ മെഷർ ചെയ്യേണ്ടതും. നോർമൽ കണ്ടീഷനിൽ നമുക്ക് വോൾട്ട് മീറ്ററും അമ്മീറ്ററൊന്നും മേടിച്ച് അഡീഷണലായിട്ട് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഒരു സോളാർ ഇൻവെർട്ടർ എടുത്താലും അല്ലെങ്കിൽ ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ എടുത്താലും ഇതിനകത്ത് തന്നെ ഓൾറെഡി ഇതെല്ലാം ഇൻബിൽറ്റ് ആണ്. നമുക്കതിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഡിസ്പ്ലേ എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് എടുക്കുക. അപ്പോൾ വോൾട്ടേജ് എത്രയാണ്, കറണ്ട് എത്രയാണ്, പിന്നെ അത് തമ്മിൽ ഇതിനകത്ത് തന്നെ പ്രോഗ്രാംഡ് ആണ് ഇതെല്ലാം. പവർ എത്രയാണ്, ഇതെല്ലാം നമുക്ക് കാണിക്കുന്ന രീതിക്ക് തന്നെ അവർ സിസ്റ്റം ചെയ്തിട്ടുണ്ടാകും. എന്നാലും നമ്മൾ ഈ മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതും ഇതിപ്പോൾ ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിട്ട് ഇതെല്ലാം അവർക്കറിയാം. എന്നിരുന്നാലും നമുക്ക് മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും നമുക്കിതെല്ലാം പറഞ്ഞാൽ മാത്രമേ ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ വിയുടെ താഴെയായിട്ട് ഈ എ സിയിൽ കണക്ട് ചെയ്യേണ്ട മീറ്റർ, ഇപ്പോൾ വോൾട്ട് മീറ്റർ എ സിയിലാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ആ വിയുടെ താഴെയായിട്ട് ആ ഒരു സിമ്പൽ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമ്മൾ എ സി കറണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൾട്ടർനേറ്റീവ് കറണ്ട് ആണ് എന്നുള്ളത്. അതായത് ഒരു ഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എ സി കറണ്ട് ഇതുപോലെ ഒരു സൈൻ വേവിൻ്റെ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സിമ്പൽ എ സി കറണ്ടിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഡി സിയിലേക്ക് വരുമ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോകുന്നത്. അതായത് ഇപ്പം ഈ ഒരു ബ്ലൂ ലൈൻ വന്നിരിക്കുന്നത് നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു 230 വോൾട്ടാണെന്ന് വെച്ചു. അങ്ങനെ 230 ആണെങ്കിൽ ആ 230 വോൾട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് അതിനെ എടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് സിമ്പിളുകളെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രീക്വൻസി എന്താണെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക.